Hello friends, welcome to Rani's kitchen. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് അവിയലാണ്. ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1 കിലോ അവിയൽ കൂട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, വഴുതനങ്ങ, കോവയ്ക്ക ഇതെല്ലാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ്, വെള്ളരിക്ക അതും കൂടെ അതിനകത്ത് ഇട്ടു. വാഴയ്ക്ക പച്ചക്കായാണ്, ചേന, മുരിങ്ങക്ക, ഇതിലേക്ക് 2 ചെറിയ സവോള അരിഞ്ഞതും ഒരു 4-5 പച്ചമുളകും കൂടെ കീറി ഇങ്ങനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടു. നമ്മൾ വെളിച്ചെണ്ണയും മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കൂടെയാണ് ഇട്ടിരിക്കുന്നത്. അതിങ്ങനെ ആദ്യമായിട്ട് നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇളക്കി ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ആ വെളിച്ചെണ്ണ, മഞ്ഞളും മുളക് പൊടിയെല്ലാം പച്ചക്കറി എല്ലാ പീസിലും ശരിക്കും പിടിക്കണം. ആ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് പിന്നെ 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിയെടുക്കുക. വെള്ളം ഒഴിക്കുക വെച്ചാൽ പച്ചക്കറി ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ചൂട്ടി പിടിക്കാൻ സാധ്യതയാണ്. അതുകൊണ്ട് ചൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് 5 മിനിറ്റോളം ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചു. ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു വലിയ മുറി ഒരു മുറി തേങ്ങയാണ് ഇവിടെ ചിരണ്ടി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5-6 ചെറിയുള്ളി, ഒരു 3-4 കതിര് കറിവേപ്പില, അതുപോലെ തന്നെ 1 സ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നേരം ഞാനിത് മൂടി വെച്ചു. ചേന കുറച്ച് വേഗം താമസം ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നാം നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ശരിക്കും ഇളക്കി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ആ പുളി നോക്കിയിട്ട് വേണം ചേർക്കാൻ. പുളിക്ക് കണക്കായിട്ടുള്ള തൈര് ചേർത്താൽ മതി. ഇത് കുറച്ച് പുളിയുള്ളതാണെന്ന് തോന്നുന്നു. ഇളക്കി നോക്കിയിട്ട് നമുക്ക് ചേർക്കാം ഇനി ആവശ്യമുണ്ടെങ്കിൽ. പുളി അല്പം കുറവാണ്. കുറച്ച് തൈരോടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 2 കതിര് വേപ്പിലയും കൂടെ ഇതിനകത്ത് ഇട്ടു. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേളിൽ ഒഴിച്ച് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.